അവൾക്ക് വെറും 3 വയസ്സായിരുന്നു. വേദന എന്താണെന്ന് പോലും അറിയാത്തൊരു മാലാഹ. നമ്മുടെ നിയമം കുട്ടികളെ രക്ഷിക്കണം, അവരെ നശിപ്പിക്കുന്ന മൃഗങ്ങളെയല്ല. ആ മൃഗങ്ങളെ കൊന്നുകളയുകയാണ് വേണ്ടത്. സൗദി അറേബ്യയിലാണെങ്കിൽ തല അറുത്തു കൊല്ലും. നോർത്ത് കൊറിയയിലാണെങ്കിൽ വെടിവെച്ച് കൊല്ലും. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ തൂക്കിക്കൊല്ലും. ഇന്ത്യയിലാണെങ്കിലോ റേപ്പ് ചെയ്ത ആൾക്കാരെ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യൂല. കുറച്ച് നാൾ ജയിലിലിട്ട് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് തിരിച്ചിറക്കും. തെറ്റാരുടെ ഭാഗത്താ? പെണ്ണുങ്ങളുടെ വസ്ത്രധാരണത്തിൽ പറ്റിയതാണെന്ന് അല്ലേ? ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ 3 വയസ്സുകാരി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു. അവളുടെ ഏത് വസ്ത്രധാരണത്തിലാണ് അവന് പീഡിപ്പിക്കാൻ തോന്നിയത്? ചിന്തിച്ചോ? ആ പിഞ്ചു കുഞ്ഞിനെ ഏത് വസ്ത്രത്തിൽ കണ്ടപ്പോഴാണ് അവന് പീഡിപ്പിക്കാൻ തോന്നിയത്? അപ്പോൾ വസ്ത്രത്തിൻ്റെ അല്ല കുഴപ്പം, കാണുന്ന നമ്മുടെ കണ്ണിലെ കുഴപ്പമാണ്. എന്തും ആരുടെ തലയിലും കെട്ടിവെച്ച് നിയമം കയ്യിലെടുത്ത് അവരെ വെറുതെ വിടിയിപ്പിക്കാനുള്ള ധൈര്യം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട്. സൗമ്യേനെ ട്രെയിനിലിട്ട് റേപ്പ് ചെയ്ത് കൊന്നപ്പം ഗോവിന്ദചാമി അന്ന് അവന് തൂക്കുകയറ് ഏറ്റു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വിട്ടുകൊടുത്ത് അവനെ കൊന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇതേപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും അരങ്ങേറുമായിരുന്നോ? ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ ഇത്രയും പ്രശ്നങ്ങൾ? എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് കൊന്നുകളയുന്നത് റേപ്പ് ചെയ്ത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു നിയമം വന്നിരുന്നെങ്കിലോ ഇതിങ്ങനെ നടക്കുമായിരുന്നോ? നമ്മൾ എല്ലാ രാജ്യങ്ങളിലെ വികസനം നോക്കി ഇവിടെ വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ വികസന രാജ്യങ്ങളിൽ എത്തണമെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ദുബായ് പോലെ അങ്ങനെ കുറേ വികസിതം കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട് അവിടുത്തെ നിയമം, തൂക്കുകയറ്, ഈ പറയുന്ന തലയറുക്കൽ, ഇതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല? അപ്പോൾ നിയമമൊന്നും കറക്റ്റായിട്ട് കൊണ്ടുവരണ്ടേ? അതോ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണോ വീണ്ടും? അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ മക്കൾക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ? നിയമം മാറണം. ഒന്നുകിൽ ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് അവനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തലയറുത്ത് കൊല്ലുക. എങ്കിൽ ഇനിയും നമ്മുടെ വീട്ടിലെ ഓരോ മക്കളും സേഫായി ഇരിക്കത്തുള്ളൂ.